അപ്പോൾ മക്കളെ, ഞാൻ ഇന്നലെ വിനായകനെ കുറിച്ചൊരു വീഡിയോ ഇട്ട സമയത്ത് അതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കുറേ എണ്ണം വന്ന് ഒടുക്കത്തെ കരച്ചിലായിരുന്നു. നീ എന്തിനാണ് ഇപ്പൊ ഇത് കുത്തിപ്പൊക്കുന്നേ, നീ എന്തിനാണ് ഇത് വിനായകനോട് ചൊറിയാൻ പോകുന്നേ, വിനായകൻ പറഞ്ഞതിൽ എന്തൊരു നല്ല മനുഷ്യനാണ്, വിനായകൻ സഖാവ് എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ സഖാവ് ഇങ്ങനെ 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 തുള്ളിന്നെല്ലാം ഇന്നലെ നടന്നിട്ട്. എന്നിട്ട് എന്തായി ലാസ്റ്റ് സഖാക്കന്മാരെ നെഞ്ഞ തന്നെ ഇട്ട് പൊട്ടിച്ചല്ലോ അല്ലേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആസ് എൻ ആക്ടർ ഇയാളൊരു ബ്രില്യൻ്റ് ആക്ടറാണ്. പക്ഷെ കമ്മിങ് ടു പേഴ്സണൽ ലൈഫ് ദുരന്തം മൊണ്ണേഷാണ്. വെറും എന്താ അറിയോ, വിഷമാണ് ഇവൻ. ദുരന്തം അറ്റ് സ്പീക്ക് എന്നാണ് ഇവനെ പറയേണ്ടത്. കാരണം ഇവൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയില്ല. സൈബർ സ്പേസിൽ ഇവന്റെ വിചാരം എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ മാസാണെന്നാണ്. വെറും ഊള. സൈബർ സ്പേസിനകത്ത് നല്ല എ ക്ലാസ് ഊള. സൈബർ സ്പേസിനകത്ത് എന്നല്ല, ഇവന്റെ കൂടെ ഫ്ലാറ്റ് താമസിക്കുന്ന ഓരോ വ്യക്തികളും ഇവൻ അന്ന് മറ്റേ പ്രകടനം കാണിച്ചല്ലോ, മനസ്സിലായില്ലേ? കൊലകൊലാന്ന് പറഞ്ഞ സാധനം ഉടുമുണ്ട്. അത് മാത്രമൊന്നുമല്ല, ഇവൻ കുടിച്ചു വന്ന ആ ഫ്ലാറ്റിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അത് അനുഭവിച്ച് കുറെ എണ്ണം അവിടെ ഉണ്ട്. അപ്പൊ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫിൽ ദുരന്തം. എന്നിട്ട് നാട്ടുകാർ നെഞ്ഞത്തേക്ക് കയറും. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നെഞ്ഞത്ത് കയറും, റോട്ടിലാണെങ്കിലും കയറും, എവിടെയാണെങ്കിലും കയറും. അങ്ങനെ നെഞ്ഞത്ത് കയറാതെ അവൻ പോയ 2-3 സ്ഥലങ്ങൾ കണ്ടത് ഞാൻ അമ്പലങ്ങളാണ്. മൂകാംബിക അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ ഞാൻ സ്പോട്ട് ചെയ്ത സമയത്ത്. അതെ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആകെ മൊത്തം പേഴ്സണൽ ലൈഫിൽ ആടാപാടാലും ഒരു മൂഞ്ചിയവൻ. അത് അത്ര ഇവനെ പറയാനുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. കാരണം ഉമ്മൻചാണ്ടി സാറ് മരിച്ച സമയത്ത് ഇവൻ അടിച്ച കോണ, അൾട്രാ കോണ ഇവൻ അടിച്ചത്. എന്നിട്ട് ഇന്നലെ ഈ സംഗതി കുറെ പേര് സംസാരിച്ചു. ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വെല്ലുവിളിച്ച് തന്നെ റീലിട്ടെ, ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ എന്തെങ്കിലും ഒന്ന് പറയാന്ന് പറഞ്ഞു. സംഗതി ഇവന് ഒന്നുമില്ല, മനസ്സിലായല്ലോ. ഒരു ബലവുമില്ല. ഇവർ എഴുത്തിയ ഒരു കുറിപ്പാണ് ഇന്നിട്ടുള്ളത്. അതിന് മുമ്പ് ഇവർ മറ്റേ തന്തലാത്ത പരിപാടി കാണിച്ചു, മനസ്സിലായോ. അങ്ങനെ തന്നെ പച്ചയ്ക്ക് വിനായകനോട് പറയുന്നത്, വിനായക തന്തലാത്തനും കാണിക്കരുത്, മനസ്സിലായല്ലോ. നിന്നോട് ഒരു വ്യക്തി വളരെ മാന്യമായിട്ട് ഒരു ക്രിറ്റിസിസമാണ്. കാരണം നീ ചെയ്ത പ്രവർത്തിക്കല്ലേ വിനായക നിന്നോട് വന്നിട്ട് അയാൾ മാന്യമായിട്ട് എന്ത് ചെയ്തേ, പേഴ്സണൽ ഇൻബോക്സിൽ ഇതാ ഒരു വ്യക്തി വന്നിട്ട് എന്ത് ചെയ്തു, മെസ്സേജ് അയച്ചു ചോദിച്ചു. അതേ സാധനം ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര 2ാം ദിവസത്തേക്ക് നീണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് ഫോർവേഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് നിനക്ക് അയച്ചെന്ന് എനി റിപ്ലൈ ഫോർ മീ എന്നേ നിന്നോട് ചോദിച്ചിട്ടുള്ളൂ. നീ അതിന് കാണിച്ച ചെറ്റത്തരം എന്താ? അയാളുടെ ഡീപ്പിൽ അയാളുടെ കുട്ടീനെ മുഖം എന്നുള്ളത് ഇവനറിയാം. ഇവൻ അത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ആയിട്ട് ആ കുട്ടീനെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഈ നമ്പർ ഇട്ടതൊക്കെ വിട്. ഇവൻ ആ കുട്ടിയുടെ ഫോട്ടോ സൂം ചെയ്ത് വലുതാക്കി അത് കൊണ്ടുവന്നിട്ട് എന്ത് എഴുതിക്കുക, പോസ്റ്റ് ആയിട്ടുള്ള. ഇവനിതിന് ന്യായീകരണം ചിലപ്പോൾ വരാം, ഫേക്ക് അക്കൗണ്ടാന്ന് വിചാരിച്ചു പോയി കുട്ടിയുടെ ഫോട്ടോ ഉപയോഗിച്ച് അത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള നിന്റെ വരട്ട് ക്യാപ്സ്യൂളുകൾ നീ ചിലപ്പോൾ ഇറക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തന്തയില്ലാത്ത പരിപാടിയാണ് വിനായകൻ ചെയ്തത്. പച്ചയ്ക്ക് ഞാൻ പറയുകയാണ്, നീ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കാണിച്ചത് നിനക്ക് എന്താ പറയുക, ഒരു കൂട്ടവും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നുമില്ല. നിനക്ക് ഈ വിനായകനെ ഏതോ നൂറ്റാണ്ടില് പഴയ അയ്യോ വിനായകനെ പറയരുത്. ഇന്റെ പൊന്നെ, വിനായകൻ സാറിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ടീമുകളിറങ്ങും. അതെ, വിനായകന്റെ ജാതി, വിനായകന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എത്ര കാലായി ഈ സൊസൈറ്റിയിൽ. ഇപ്പൊ അങ്ങനെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കാർഡും പിടിച്ചൊക്കെ നടന്നാ മതി. അതെ, ഇനി ഇവരെ പറഞ്ഞു കഴിഞ്ഞാണ് ദളിത് കാർഡ്, നിറത്തിന്റെ കാർഡ്, കൂലിപ്പണിക്കാര്, തൊലിക്കളറ്. ഇത് ഞാൻ ഈ പുച്ഛഭാവത്തിൽ പറയുന്നല്ല. പക്ഷെ ഇവനെ പറയുമ്പോ ഇവന്റെ പേരിലേക്ക് ഇത് കൊണ്ടുവരുമ്പോ ആ പറയുന്നവരോട് എനിക്ക് പരമ പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം എന്താ അറിയോ, ഹൈ പ്രൊഫൈൽ ജീവിക്കാനുള്ള സമ്പാദ്യം കയ്യിലുണ്ട്, തൊഴിലിടത്തില് വളരെ നന്നായി തൊഴിൽ ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട് ഇവന്. എന്നിട്ടും ഇപ്പോഴും പണ്ട് ഞാൻ മറ്റേ എന്താണ് പറയുക, ദളിതനായിരുന്നു, എൻ്റെ നിറം ഇതായിരുന്നു, പണ്ട് ഞാൻ ഓക്കെ ട്രോമ കാണും ആളുകൾക്ക്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ലൈഫ് ബെറ്ററായി, ജീവിത സാഹചര്യങ്ങൾ മാറി, മനസ്സിലായോ. അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ വന്നിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്താ അറിയോ, അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും ഇവനെ കേറിയിട്ട് എന്ത് ചെയ്യുന്നില്ല, മുഖത്തോട് മുഖം നോക്കി ഒന്നും പറയുന്നില്ല ഇവന്. ഇപ്പൊ ഞാൻ പറയാ, ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഇവന് കേസ്,
ഇവരെത്ര കേസാണ്. ഞാൻ പറയുന്നത് ആറാട്ടണ്ണനെ കൊണ്ടുപോയിട്ട് അകത്തിടാൻ വേണ്ടിയിട്ട് ഇവിടെ സിനിമാക്കാരെല്ലാരും കൂടി ഉണ്ടായിരുന്നല്ലോ. ഇവനെപ്പോലുള്ളൊരു എന്താ പറയുക, ഒരു സോഷ്യൽ ക്രിമിനൽ എന്നല്ലായാലും മോൾ ഒരു ഈവിളിനെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും കൊണ്ടുപോയിട്ട് ഈ കേസോ സാധനം എടുത്തിട്ട് അകത്തുള്ള പരിപാടി ഒന്നും കാണിക്കാൻ പറ്റില്ല. കേസായിട്ടുണ്ട്. ഹൈദരാബാദ് പോലീസ് അവിടെ ചെന്നിട്ട് പോയിട്ട് അടി ഉണ്ടാക്കിയിരിക്കും ഹൈദരാബാദ്. എന്തൊക്കെ പണിയാണ് ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുള്ളത്. അവിടെ കാർഡ് ഇറക്കിയാൽ മതി, നല്ലത് കിട്ടുകയുള്ളൂ അവിടെ. ഇങ്ങനത്തെ ഒരുത്തന്നെ ഞാൻ സത്യം പറയാം, ഇവനൊക്കെ എന്താ അറിയോ, ഇത് ചെയ്യാൻ നല്ല ഉഷാറാണ്. കാരണം ഇവനെതിരെ കേസ് ഉണ്ടാവില്ല. അപ്പൊ മറ്റേ കാർഡ് ഇറക്കിയിട്ട് ഒരു ടീം വരും, അല്ലെങ്കിൽ ഇവൻ തന്നെ ഇറക്കും. എന്റെ ഈ കാർഡ് ആയതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ പറയുന്നത്, എന്നെ പിടിക്കാൻ നിൽക്കണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ അറിയോ, ഇങ്ങനെ കാർഡ് ഇറക്കിയിട്ടുള്ള ഈ സിമ്പതി നേടുന്ന ഇവനെ പോലുള്ളവർക്ക് പ്രബുദ്ധ മലയാളികൾ എല്ലാരും കൂടി എന്ത് കൊടുക്കും? കുഴപ്പമില്ലല്ലോ, ദളിതനാണ്, തൊലി കറുത്തവനാണെന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങനെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, സപ്പോർട്ട് ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ആവശ്യമുള്ളവരുണ്ട്, സ്നേഹം, അത് ആവശ്യമുള്ളവരുണ്ട്. ഏത് കാലത്തുനിന്നല്ല, ഈ കാലത്ത് കഴിഞ്ഞില്ലേ സത്യം പറഞ്ഞാല്. സ്നേഹം ഈ കാലഘട്ടത്തിലും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് കൊടുക്കാം. നോട്ട് ഫോർ ദിസ് ബഗർ, മനസ്സിലായല്ലോ? ഇവൻ അത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് മറ്റേ ഇതിന്റെ കേസ് വന്നൊരു വഴി ഞാനിവിടെ ന്യൂസ് ഉണ്ട്, ഞാൻ പ്ലേ ചെയ്യാം. നടൻ വിനായകന്റെ അധിക്ഷേപ ഫേസ്ബുക്ക് പോസ്റ്റ് അന്വേഷിക്കാൻ DGPക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പാലായിലെ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. 1950 നെയിംസ് ആൻഡ് എംബ്ലംസ് ആക്ട്, അതുപോലെ 197 നാഷണൽ ഹോണർ ആക്ട്, ഈ 2 വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കണം എന്നതാണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാന. നിലവിൽ കേരള DGPക്ക് ലഭിക്കുന്ന 2ാമത്തെ പരാതിയാണിത്. ഇതോടൊപ്പം ഈ ഒരു സംഭവങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് VSന്റെ വിയോഗത്തെ തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായിട്ടുള്ള അനുശോചന യോഗങ്ങളും അനുശോചനമായിട്ടുള്ള മുദ്രാവാക്യം വിളികളും എല്ലാം ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു അനുശോചന പരിപാടിയിൽ പങ്കെടുത്ത് നടൻ വിനായകൻ VS മരിക്കുന്നില്ല, VS ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നെല്ലാം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തെ ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് ഉണ്ടായ വിനായകന്റെ പ്രതികരണവുമായി കൂട്ടി വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുമായി ചേർത്ത് വരുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലുണ്ടായ ഒരു പോസ്റ്റ് മുംബൈ മലയാളിയായിട്ടുള്ള ഒരാൾ വിനായകന് വ്യക്തിപരമായി വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. ഇത് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് രാത്രിയിൽ ഇദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് മകളുടേതായിരുന്നു, പ്രായപൂർത്തിയാകാത്ത മകളുടെ പിക്ചറായിരുന്നു. ഇതടക്കം വിനായകൻ സ്വന്തം ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കുഞ്ഞു കുട്ടിയുടെ മുഖം പോലും മാസ്ക് ചെയ്യാതെയായിരുന്നു ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെ തുടർന്ന് ആ പോസ്റ്റിന് കീഴെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഇത്തരത്തിലൊരു പോസ്റ്റ് വിനായകൻ ചെയ്തതിനെ തുടർന്ന്, അതേ തുടർന്ന് അർദ്ധരാത്രിയോട് കൂടി വിനായകന്റെ ഭാഗത്ത് നിന്ന് ആ പോസ്റ്റ് നീക്കം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഇതിലാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സൈബർ സെല്ലിനും ദേശീയ ബാലാവകാശ കമ്മീഷനും കേരള DGPക്കും അടക്കം ഈ മുംബൈ മലയാളിയുടെ ഭാഗത്ത് നിന്ന് പരാതി പോയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള സിജോ ജോസഫിന്റെ ഭാഗത്ത് നിന്ന് കേരള DGPക്ക് ഇപ്പോൾ തന്നെ VSന്റെ മരണത്തെ വിനായകൻ അധിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ഒരു പരാതിയും പോയിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതികൾ പോകുമ്പോൾ, വിമർശനങ്ങൾ കനക്കുമ്പോഴും വിനായകൻ അടങ്ങുവാൻ കൂട്ടാക്കിയിട്ടില്ല. ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന നിലയിൽ സമൂഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ, അല്ലെങ്കിൽ മരണപ്പെട്ട പ്രമുഖരായിട്ടുള്ള നേതാക്കളെ എല്ലാം ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന നിലയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വിനായകന്റെ ഫേസ്ബുക്ക് വാളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇതിനെതിരെയും ഇപ്പോൾ വലിയൊരു സൈബർ വിമർശനം തന്നെയാണ് വിനായകൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടതൊക്കെയാണ് ഇവനെതിരെയുള്ള കേസും കൂട്ടവും കാര്യങ്ങളും. ഞാൻ വീണ്ടും പറയുന്നു, ഇവനെതിരെ എന്ത് കേസും കൂട്ടവും കാര്യം ഉണ്ടായാലും ഇവന് കുറെ കാർഡ് ഇറക്കി. സഖാവാണല്ലോ അവൻ, സഖാവ്. ഇവനെ പോലുള്ള സഖാക്കന്മാരുണ്ടല്ലോ, റിയൽ സഖാക്കന്മാർക്ക് പോലും പുച്ഛം, അല്ലെങ്കിൽ അവർക്ക് കൂടി ഒരു ഷെയിം ഉണ്ടാക്കുന്ന ഒരുത്തരാണ്. ഇവനിട്ട് അടുത്തൊരു പോസ്റ്റ് ഉണ്ട്, ഓക്കെ, അതത് വായിക്കാം. എന്റെ തന്തയും ചത്തു, എനിക്കത് പറയാനൊരു നാണുമാനും ഉണ്ട് സത്യം പറഞ്ഞ. ഇങ്ങനത്തെ വർത്തമാനം പറയും. ഗാന്ധിയും ചത്തു, നെഹ്റുവും ചത്തു, ഇന്ദിരയും ചത്തു, രാജീവും ചത്തു, കരുണാകരനും ചത്തു. ഇതിലൊരു കാര്യം നോക്കണം, എന്റെ തന്തയും ചത്തു, സഖാവ് VS കഴിഞ്ഞിട്ട് പിന്നുള്ളത് ആരൊക്കെയാ? ഗാന്ധി, നെഹ്റു, ഇന്ദിര, രാജീവ് ഗാന്ധി ഒക്കെ കോൺഗ്രസ്സുകാരാണ്. ഹൈബിയുടെ തന്ത ജോർജ് ഈഡനും ചത്തു, നിന്റെ അമ്മയുടെ നായര് ചാണ്ടിയാണെങ്കിൽ അയാളും ചത്തു 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 ചത്തു. എന്നിട്ട് ഒപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? നല്ല കമന്റ് കിട്ടിയിട്ടുണ്ട്. വിനായകനും ഒപ്പം ഒരു നായയുണ്ട്. ഓക്കെ, ഇനി നായയോടാ ചോദിക്കാളാ, എടാ നായേ, നിനക്ക് നാണമുണ്ടോടാ ഇവന്റെ ഒപ്പം നിൽക്കാൻ? ഒരു കടയും കൊടുത്തിട്ട് ഓടി പോരണ്ടേ മോനെ? അല്ലാതെ ഇതിൻ്റെ ഒക്കെ ഇപ്പം നിന്ന് കാരണം എന്താ അറിയോ? നീ നാളെ മരിച്ചു കഴിഞ്ഞാലും ഇവൻ ചത്തു എന്ന് പറയും. എന്നിട്ട്
അല്ല പിന്നെ ഏതാടാ ഇവനൊക്കെ? ഞാൻ പറഞ്ഞില്ല, ഇവന് എന്താ പറയുക, ഇവന് സെൽഫ് മാസ് ആവണം. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ബുദ്ധിയുള്ളവനാണ്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, അത് ഈ മൗനത്തിൽ നിന്ന് വരുന്ന ആങ്കോളനത്തിൻ്റെ പുഷ്ടങ്ങൾ ഇത് കൂടി കയറി ഇങ്ങനെ പോയിട്ട് ബാബാ. ഇതാണ് ഇവൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞല്ലോ, ഇവനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പുറത്തിറങ്ങുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കാരണം ഇവൻ ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചേ ഇവന് എന്തുള്ളൂ, എക്സിസ്റ്റൻസ് ഉള്ളൂ എന്ന് ഇവനറിയാം. നല്ല രീതിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അറിയാമല്ലോ വിനായക. പിന്നെ എന്തിനാണ് ഈ കിടന്നിട്ട് ചിലയ്ക്കാൻ നിൽക്കുന്നത്? മനസ്സിലായില്ലേ? എടാ, ഈ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്ത് ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയിൽ കുറച്ചൊരു നിനക്ക് റെസ്പെക്റ്റ് ഉണ്ട്. നീ അത് കിട്ടുന്ന പോലെ നീ ചെയ്യും നിന്റെ പരിപാടികൾ. പരിപാടികളാണ് നമ്മള് ഫ്ലാറ്റിന്റെ കുറെ വീഡിയോസിൽ കണ്ടത്. ഉടുമുണ്ടും പോട്ടെ, അതിലും വലിയ സീനാണ് എന്ത് അതിനകത്തുനിന്ന് കാണിച്ചു കൂട്ടിയത്. ഞാൻ ഒരു സാധനം പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ ഇനി എനിക്കും എന്റെ ഫോട്ടോ സാധനം കിട്ടിട്ടോ എന്തെങ്കിലും പോസ്റ്റ് വരുമോ എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ രണ്ടാളും ഒന്ന് പ്രിപ്പയർ ആയിക്കോട്ടെ. കാരണം എന്താ, നീ എക്സ്പോസ്ഡ് ആവുകയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്യുമ്പോൾ വിനായകൻ ഈസ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കേരളത്തിൽ മാത്രമല്ല കളി കിടക്കുന്നത്, ഫുള്ള് പുറത്തുണ്ട്. ഏത് സിനിമ സെറ്റിൽ പോലെ എനിക്ക് തോന്നുന്നു ഹൈദരാബാദ്. ഞാൻ ഒരു കാര്യം പറയാം, ഇയാള് പ്രൊഫഷണലി വർമ്മനാണ്. ആ ക്യാരക്ടർ വർമ്മൻ തന്നെ. ഹൈദരാബാദില് മറ്റേ വേറെ വിടുന്നോ ഹോട്ടലിൽ നിന്ന് പ്രൊഫഷണലി ഇയാള് ഓക്കെയാണ്. ബൈ പ്രൊഫഷൻ ഇയാള് സിനിമ സെറ്റിൽ അലമ്പുണ്ടാക്കുന്നു, അങ്ങനത്തെ സീനുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അയാൾ ആ പ്രൊഫഷണലി അയാളുടെ വർക്ക് കൃത്യമായിട്ട് ചെയ്യുന്നു, പേയ്മെന്റ് വാങ്ങുന്നു, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് ഇയാൾ ദുരന്തമാകുന്നത്. മനസ്സിലായില്ലേ? പേഴ്സണൽ ലൈഫിൽ ഇയാൾ വട്ടപൂജ്യമാണ്, ദുരന്തമാണ്. പെരുമാറാൻ അറിയില്ലെങ്കിൽ ഇവന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവനവന്റെ ഒരു കൾച്ചർ പറഞ്ഞ സാധനം ഉണ്ട്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇത് അവനാന്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആ സാധനം കാണുന്നത് എങ്ങനെയാണ്, എനിക്ക് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ, അതായത് നമ്മളെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നമ്മളെ മാറ്റണം, നമ്മൾ മാറാൻ റെഡി ആവണം. അപ്പം എല്ലാം ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ ചുറ്റുപാടും എനിക്കനുസരിച്ച് മാറണം എന്ന് പറഞ്ഞു പോകുന്ന ഒരാളാണ് ഇവൻ. അതായത് ഇവനനുസരിച്ച് ചുറ്റുപാടും മാറണം, ചുറ്റുമുള്ള ആളുകൾ മാറണം. വിനായകനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്ന ലോകത്തിനനുസരിച്ച് നമ്മൾ മാറുക. നമുക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസുകളും നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു വെച്ച് നമ്മളിൽ മാറ്റം കൊണ്ടുവരാനാണ് നല്ലത് എടുത്തിട്ട്. എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇന്ന് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഡയലോഗ് പറയാൻ താല്പര്യമില്ലായിരുന്നില്ല. ഓക്കെ, പക്ഷെ ആ കുട്ടിയെ വെച്ച് ഇട്ട പോസ്റ്റ് നീ ശുദ്ധ തെമ്മാടിത്തരമാണ്. മനസ്സിലായി? ശുദ്ധ തെമ്മാടി. ഇപ്പൊ നിനക്ക് ഇതിന് പറയാണ്ടാവും, നിന്റെ ഇൻബോക്സിൽ വന്നിട്ട് തെറി വിളിച്ചില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, അല്ല അങ്ങനെയൊക്കെ ആയിരിക്കും പറയണേ. എന്റെ തന്തയും ചത്തു നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങളെ തന്തയും ചത്തു എന്ന് എനിക്ക് പറയാലോ എന്നുള്ള ഒരു വേർഷനൊക്കെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇപ്പം ആരെങ്കിലും കയറിയിട്ട്, വിനായകൻ ഒന്നും മിണ്ടാത്ത സമയത്ത് വിനായകനെ കയറിയിട്ട് ആരെങ്കിലും കയറി ചൊറിയാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിനായകൻ ചെയ്തു വെച്ച എന്തെങ്കിലും പരിപാടിയുടെ എന്തായിരിക്കും, ഒരു വേവായിരിക്കും. അതൊക്കെ നമ്മള് ഇപ്പൊ ഒരു നല്ല സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് മലയാളികളുടെ സ്വഭാവം അത് എടുക്കുള്ളൂ. നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കും. ആ സിനിമയിൽ മറ്റേ സിനിമയിൽ ഇറങ്ങിയപ്പോ മറ്റേ വില്ലനായിട്ടുള്ള അതൊക്കെ നമ്മൾ എന്തൊരു ബഹുമാനത്തോടെ ജയിലിൽ ഇറങ്ങിയപ്പോ എന്തൊരു നല്ലതാണ്. ആ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ പേഴ്സണലി കാണും ചെയ്യും. പറഞ്ഞു ശരിക്കും നമ്മൾ വിചാരിക്കില്ലോ നല്ല ആളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. അത് ഇനി പിന്നെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല വെച്ചത്. കുട്ടീനെ ഫോട്ടോ വെച്ചു, പിന്നെ ഡിലീറ്റ് ആക്കി. ലാസ്റ്റ് അതിനിടയിൽ ഊക്കം തെറികൾ കിട്ടിയപ്പോ ഡിലീറ്റ് ആക്കി പോയി. എടാ, ഇട്ട് കഴിഞ്ഞാൽ അതവിടെ വെക്കാനുള്ള ധൈര്യം കാണിക്കണ്ടേ? അതെങ്കിലും ഒന്ന് കാണിക്കണ്ടായിരുന്നു. അത് കാണിക്കും. കാലാകാല സാധനം അവിടെ വെക്കി. ഇട്ടിട്ട് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യം എന്താ? ഇട്ട് നീ പറഞ്ഞത് ശരിയാണ്, നിന്റെ ശരികൾ അവിടെ കിടക്കണം എന്നുണ്ടെങ്കിൽ നീ അതവിടെ ശരിയായിട്ട് വെക്കുക. അപ്പൊ നിനക്ക് എന്താ, നിന്റെ സോഷ്യൽ മീഡിയ നിന്റെ കാര്യം പറയാൻ ഒരു പരിധി വരെ ഉപയോഗിക്കാം, ബാക്കിയുള്ളത് നിന്റെ പടത്തിന്റെ പ്രൊമോഷനും കാര്യങ്ങളും നിന്റെ ആ ഒരു പ്രൊഫഷണൽ ലൈഫിന് അതിനുള്ള ബോധവും ഇവരൊക്കെ നിനക്കുണ്ട്. ബാക്കിയുള്ള പരിപാടികൾ ഇങ്ങനത്തെ ഓരോ ഗിമിക്കുകൾ കാണിച്ചിട്ട് എക്സിസ്റ്റൻസ്, ഇത് നാണോ മാനോ ട്രോമ ഒന്നും ഞാൻ പറയില്ല. ഇതൊക്കെ വേറെ വല്ല പേരും പറയണം. ട്രോമെങ്കിൽ ട്രോമ. പക്ഷെ എന്താ പറയാ, ഈ ട്രോമയ്ക്കൊന്നും നാട്ടുകാർ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വില കൊടുക്കേണ്ട കാര്യമില്ല. നാട്ടുകാർ ഈ കുറെ ടീം ഉണ്ടാവില്ല, അവര് പറയില്ലേ മറ്റേ ഇവൻ അങ്ങനെ ആയോണ്ടല്ലേ മറ്റേ കാട് മറിച്ച കാട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മളത് ഇത് കാട് എന്താ പറയാ, തെമ്മാടിക്കാട് അതാണ് ഇതിന് പറയാനുള്ളൂ. തെമ്മാടിക്കാട് എന്നുള്ളതിന് അപ്പുറം ഒന്നും പറയാനില്ല. അല്ല, ഇവനെ അറിയാം എവിടെ എറിയണം എന്നുള്ളത് അറിയാം. അതാണ് ചാണ്ടീനെയും അച്യുതാനന്ദനെയും പിടിച്ചത്. അതാണ്. അല്ല, അച്യുതാനന്ദനെ പിടിക്കേണ്ട അവസ്ഥ എന്തെന്നറിയോ, അവസാനം അത് പറഞ്ഞേ പറ്റുന്ന അവസ്ഥ എപ്പോഴാണ് ആ പിടിച്ചിട്ടുള്ളത്. കാരണം എല്ലാരും ചോദിച്ചപ്പോ ഇനിയിപ്പോ മാസ് കാണി എന്തൊരു വീഡിയോ ഇടാഞ്ഞ്
സാധാരണ ഉമ്മൻചാണ്ടി മരിച്ചപ്പോ വീഡിയോ നിങ്ങളെക്കാളൊക്കെ പിന്നെ വേറൊരു കാര്യം റെസ്പെക്ട് ഉള്ള ആളാണ് ഉമ്മൻചാണ്ടി പറഞ്ഞ ആള് പറയുന്നത്. അല്ല വേറൊരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി ആണെങ്കിലും VS അച്യുതാനന്ദനാണെന്നുണ്ടെങ്കിലും ഇവിടെ വിനായകൻ എവിടെയാ ഫേക്ക് പൊളിഞ്ഞെന്നറിയോ? വിനായകന്റെ ഫേക്ക് എവിടെയാ പൊളിഞ്ഞെന്നറിയോ? വിനായകൻ അന്ന് വന്ന് പറഞ്ഞത് ഈ ചത്തു എന്നുള്ള സാധനം നീ എവിടെയെങ്കിലും ഉപയോഗിക്കുക, അത് നിന്റെ, ഞാൻ പറഞ്ഞല്ലോ, നീ നിന്റെ ഇഷ്ടത്തിന് നീ എന്താ ചെങ്കിൽ ചെയ്യും. ഈ വിനായകൻ ഈ അച്യുതാനന്ദൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്നുള്ളതിനെ ഫോക്കസ് മാറിയിട്ട് ഇവൻ മീഡിയനെയാണ് ശരിക്കും പറഞ്ഞിരുന്നത്. ഇവൻ മീഡിയനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. 2-3 ദിവസം വീഡിയോ അതാണ് നിന്റെ പ്രൈം ഫോക്കസ് ഉണ്ടായത്. പക്ഷെ നീ ഇവിടെ പൊട്ടിപ്പോയി, നീ പ്രൊവോക്കേഷനിൽ വീണുപോയി. നിന്നെ പ്രൊവോക്ക് ചെയ്യാനുള്ള കാരണം എന്താ? എഗെയിൻ നീ വന്നിട്ട് ഇപ്പോൾ മീഡിയനെയാണ് നീ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആളുകൾ വീണ്ടും ഇത് ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ നീ എന്താ, നിന്റെ ഈഗോ, നിന്റെ മനസ്സിനകത്ത് നിൽക്കുന്ന ഞാൻ എന്ന ഭാവം, അത് ശരിക്കും ഷൂട്ട് ചെയ്തു വിനായക അവിടെ. ദിസ് റിഫ്ലെക്ട്സ് നീ എന്താന്നുള്ളത് മനസ്സിലായില്ലേ? നീ ഒരു സൈബർ തേർഡ് റേറ്റ് ഗുണ്ട മാത്രമാണ് ഇതിനകത്ത്. അതിനപ്പുറം വിനായകൻ ഇല്ല സോഷ്യൽ മീഡിയയിൽ, മനസ്സിലായോ? പേഴ്സണൽ ലൈഫിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓരോ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് പിന്നെയും തോന്നും പിന്നെ എന്തോന്നടേ, എന്ത് നാണവന്മാനം ഇല്ലാത്തൊരുത്തൻ. സ്ക്രീനിൽ മാത്രമാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നീ ഉള്ളൂ. ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട് ജീവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ നീ ആഫ്റ്റർ ഓൾ ഒരു എന്താ പറയാ, ഒരു സെലിബ്രിറ്റി അല്ല. സെലിബ്രിറ്റി ഇൻ ദ സെൻസ് നീ ഒരു സിനിമാക്കാരനോ രാഷ്ട്രീയക്കാരനോ, അതായത് 10 ആളറിയുന്ന നിന്നെ ഫോളോ ചെയ്യുന്ന ആളുകളൊന്നും ഇല്ല. നീ ഒരു കോമൺ മാനെ പോലെ ഇങ്ങനെ സാധാരണ ജീവിച്ചു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തുണ്ട് ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നാട്ടിൽ കൂടി കള്ളും കുടിച്ച് വായ തോന്നിയ കാര്യവും പറഞ്ഞ് റോട്ടിൽ കൂടി അരിഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അവർക്കൊന്നും നാട്ടിൽ വില കിട്ടാറില്ല. ആ വില കിട്ടാത്തൊരവസ്ഥ നിനക്ക് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അവരുടെ അവസ്ഥ നിനക്ക് വരൂ. എവിടെയെങ്കിലുമൊക്കെ വീണ് എന്തെങ്കിലുമൊക്കെ ഉടുതുണിക്ക് പൊക്കി കാണിച്ച് കള്ളും കുടിച്ച് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരു അത്രയും നിനക്ക് ആ വില കിട്ടൂ. പക്ഷെ നിനക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്താ അറിയോ? നീ ഇപ്പോൾ ഒരു ആക്ടറാണ്, മനസ്സിലായില്ലേ? നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആസ് ആൻ ആക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ജയിലറിലൊക്കെ എന്തൊരു പെർഫോമൻസിലാണ് ആക്ടർ, ഭയങ്കര പൊട്ടൻഷ്യല്, ഭയങ്കര അൾട്രാ പൊട്ടൻഷ്യൽ ഉള്ള ഒരാള്. പക്ഷെ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ദുരന്തമായിട്ട് നാട്ടുകാരെ വാരില്ല തെറി വാങ്ങി കൂട്ടിട്ട് എന്ത് കിട്ടാനാ മനുഷ്യ? എന്ത് കിട്ടാനാണ്? ആരെങ്കിലും ഒന്ന് പറയണം വിനായകൻ. അതുകൊണ്ടാണ് ഞാൻ തോന്നുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്നുള്ളത്. എനിക്കറിയാൻ പാടില്ല, മാറാത്തത് ഒരാൾ പറഞ്ഞിട്ടോ ഒരാൾ ചെയ്തിട്ടോ ആരെങ്കിലും പറയണ്ടേ? പറയണം. പക്ഷെ കാര്യമില്ല ഞാൻ പറയണത്. എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു വിനായകനോട്, മനസ്സിലായില്ലേ? ഞാൻ അല്ലാതെ എല്ലാരെയും പോലെ ബട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കാനോ അല്ലെങ്കിൽ വിനായകൻ ആയതുകൊണ്ട് പറയണോ അങ്ങനെയൊന്നുമില്ല. ഞാനുള്ള കാര്യം ഞാൻ വിനായകനോട് ആൾക്കാരാണെങ്കിൽ ഒന്നും പറയണില്ല, ഒന്നും ചെയ്യണില്ല, പിന്നെ ഓരോരുത്തർക്ക് അവരുടെ താല്പര്യമാണ്. ഇപ്പൊ നമുക്ക് തന്നെ പ്രൊഫൈലിൽ ഇതാണ് എന്റെ പരിപാടി എന്നുള്ളതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നു. ഓക്കെ, വിനായകന് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. ഇറ്റ്സ് അപ് ടു യു മിസ്റ്റർ വിനായകൻ. പക്ഷെ ഇന്ന് കാണിച്ച ആ കുട്ടിയുടെ ഫോട്ടോയിലകത്തൊക്കെ തെമ്മാടിത്തരമാണ് വിനായകൻ. ഇനിയിപ്പോ വന്ന കേസും താനൊന്നും എനിക്ക് ഏശാൻ പോണില്ല എന്ന് എനിക്ക് ഒന്നും ഉണ്ടാവാൻ പോണില്ല. ഒരു യുക്തി ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ വല്ല അലൻ ജോസ് പെരേരയോ ആറാട്ടറിനൊക്കെയാണെന്നുണ്ടെങ്കിൽ 10-15 ദിവസം അകത്ത് കിടക്കും. നിന്നെ പോലുള്ള ഒരുത്തിനും ഒന്നും അവിടെ പോയി ജയിലിൽ പോയിട്ട് ബാക്കിയുള്ള പോലീസുകാർക്ക് തലവേദന ഉണ്ടാക്കി കൊടുക്കാൻ. അയ്യോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാര് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ ഇതിനൊന്ന് പുറത്താക്കുക അറിയോ? കോടതിന്റെ മുന്നിലോട്ട് ജഡ്ജിന്റെ മുന്നിലൊക്കെ കാണിച്ചാൽ അടിപൊളി പോകുന്ന അവസ്ഥ തന്നെയാണ് എന്താണെങ്കിലും. അതെ.